ഹലോ ഡിയർ ഫ്രണ്ട്സ്, സുജാതാസ് കുക്കിംഗ് മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ കപ്പ കൊണ്ടുള്ള ഒരു മസാലയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് 1 കിലോ കപ്പ ഉപ്പും മഞ്ഞളും ചേർത്ത് 4 വിസിലടിക്കുന്നവരെ വേവിച്ചെടുത്തതാണ്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 4 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എരിവിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. ഇതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളിയും അതുപോലെ തന്നെ ഒരു 5-6 ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 1 കിലോ കപ്പയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള മസാലയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് നല്ലവണ്ണം വെന്ത് വരുന്നത് വരെ ഒരു 2 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യണം. ഇതിലേക്കൊരു ചെറിയ പുളിരസത്തിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വേവിച്ച് വെച്ച കപ്പ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പല രീതിയിൽ കപ്പ തയ്യാറാക്കാറുണ്ട്, പക്ഷേ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾ. ഇതിൻ്റെ ടേസ്റ്റ് വളരെ സൂപ്പറാണ്. എല്ലാം ഒന്ന് നല്ല വെന്ത കപ്പയാണ്. എല്ലാം ഒന്ന് നമുക്ക് ഒന്നുകൂടി അടിച്ചെടുത്ത് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല കപ്പ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ആവശ്യത്തിന് പച്ച വെളിച്ചെണ്ണ കൂടി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല കപ്പ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി കഴിക്കാം, സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം, ചോറിൻ്റെ കൂടെയോ മറ്റോ, അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെ കഴിക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.